എൻ്റെ ഈ വീഡിയോ ഈ ചേച്ചിക്ക് മാത്രമേ ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ പോലും അറിയാതെ ഞാൻ ഒരു അധോലോകത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ രേണുസുതിയുടെ കൂട്ടുകാരി എന്നെ ഒരു അധോലോകത്തിലേക്ക് നയിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടി എന്തോ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന്. വീണ്ടും വീണ്ടും എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് തന്നിട്ട് എന്താ സംഭവം, എന്താ ഇഷ്യൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ആ കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങോട്ട് ചെയ്തേക്കാമെന്ന്. ചീത്ത പറഞ്ഞിട്ട് തന്നയ്ക്ക് നിളങ്ങി വിളിച്ച് അങ്ങനെ ഒരു പരിപാടിയൊന്നുമല്ല. ആ കുട്ടി ആ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങൾക്ക് ഒരു മറുപടി എന്ന് മാത്രം. അപ്പം ആരും നെഗറ്റീവ് വിചാരിച്ച് വീഡിയോ കാണരുത്, എല്ലാവരും പോസിറ്റീവായിട്ട് മാത്രം വീഡിയോ കാണുക. അതിന് മുമ്പായിട്ട് ഞാൻ അങ്ങനെ ഒരാൾ പറഞ്ഞു, ഇവർ പറഞ്ഞു, അവർ പറഞ്ഞു എന്ന് വ്യക്തമായ തെളിവില്ലാതെ ഒരു കാര്യം അവതരിപ്പിക്കില്ല. അപ്പം ഞാൻ ആദ്യം എൻ്റെ 2 കൂട്ടുകാരുടെ വോയിസ് നിങ്ങളെ സ്ക്രീൻഷോട്ട് സഹിതം കാണിക്കാം. അവരുടെ പേര് ഞാൻ ബ്ലർ ചെയ്യും, പ്രൈവസീനെ മാനിച്ചിട്ട്. സോ അതൊന്ന് കേട്ടോളാം. ഞാൻ ഇന്ന് ഇൻസ്റ്റഗ്രാം തുറന്നപ്പോഴാണ് കണ്ടല്ലോ ഈ വൈറലായല്ലോ. ഇവളെന്താ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചെയ്തേ? എനിക്ക് എന്താ അവളോട് പറഞ്ഞേ? ഞാൻ നല്ലോണം സൂം ചെയ്ത് നോക്കി, പിന്നെ എനിക്ക് മനസ്സിലായത് നീ ആണല്ലോ. നിങ്ങളെന്താ സീനെന്താ? എന്താടി സീന്? കേട്ടല്ലോ. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വീഡിയോക്ക് റിയാക്ഷൻ കൊടുക്കുന്നത്. നമ്മൾ ആദ്യം അത് മൈൻഡ് ചെയ്യാണ്ട് വിട്ടൊരു സാധനമാണ്. പോരാത്തതിന് എൻ്റെ വീട്ടിലെ ചേച്ചി, ഹസ്ബൻഡ് എല്ലാവരും ചോദിച്ചു എന്താ സംഭവം എന്നുള്ളതൊക്കെ. അപ്പോൾ പിന്നെ എല്ലാവരെയും കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതി എന്ന് മാത്രം. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇവർ രേണുസുതിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പേര് ഇവരുടെ കമന്റ് ബോക്സിനകത്ത് രേണുവായിട്ട് അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ ചോദിച്ച് വല്ലാണ്ട് എന്തൊക്കെയാ കമന്റ് ഏതാണ്ടൊക്കെ ഇടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഇവിടെ ഒന്ന് കൊടുത്തേക്കാം. എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. കുറെ ദിവസമായിട്ട് എന്റെ കമന്റ് ബോക്സിലും എനിക്ക് മെസ്സേജും ആയിട്ട് രേണു ആയിട്ട് അടിച്ചു പിരിഞ്ഞോ, തെറ്റിപ്പിരിഞ്ഞോ, ഭയങ്കര പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? എപ്പോഴും ഒരാളെ കൂടെ നടക്കണമെന്നുണ്ടോ? എപ്പോഴും രേണുസുതിന്റെ കൂടെ ഞാൻ നടക്കണമെന്നുണ്ടോ? എനിക്ക് എന്റേതായിട്ടുള്ള തിരക്കുണ്ട്, ചേച്ചിക്ക് ചേച്ചിന്റെ തിരക്കുണ്ട്. അപ്പം ഞാനും കരുതി അങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ച് പരിശോധിക്കുകയും അതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ചെയ്തിട്ട് കഴിഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കമന്റ് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം. പോരാത്തതിന് ഇൻബോക്സിലെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇൻബോക്സിലാണെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. എന്താണെങ്കിലും ഈ കുട്ടിയുടെ വീഡിയോ 2-3 പേര് അയച്ചു റെക്കോർഡ് സഹിതം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതേമാതിരി ആരെയും എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമന്റ് സഹിതം എന്തുകൊണ്ട് ഇവർക്ക് ചെറിയൊരു ഭാഗം കണ്ടോളൂ. എൻ്റെ ഈ വീഡിയോ ഈ ചേച്ചിക്ക് മാത്രമല്ലായിരുന്നു കേട്ടോ. ചേച്ചി ഇത്രയും കാലം എവിടെയായിരുന്നു? എന്നെ കണ്ടില്ലായിരുന്നോ? ഷോ ഞാൻ വിചാരിച്ച് കണ്ടു കാണും. അപ്പൊ ഇതിൽ എന്റെ ഫോട്ടോ മാത്രമേ ഇവർ വെച്ചിട്ടുള്ളൂ. ഈ ഫോട്ടോ വെച്ച കൂടെ തന്നെ അവർ സംസാരിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇൻബോക്സിൽ അതിനെക്കുറിച്ച് ആരെങ്കിലും എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ആ കമന്റോ ഒന്ന് പിൻ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആളുകൾക്ക് അതൊരു വിശ്വസനീയമായേനെ. ഇത് അതൊന്നല്ലാതെ എന്റെ ഫോട്ടോ മാത്രം വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചതിൽ അത്ര വലിയ കഴമ്പുണ്ടതായിട്ട് തോന്നുന്നില്ല. ഞാൻ ആ കുട്ടീനെ മോശം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. വെറുതെ ഇങ്ങനെ തോന്നുമ്പോൾ രേണുസുതിനെ കുറിച്ച് അടിച്ചു പിരിയുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് റീച്ചിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമേ നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പകരമായിട്ട് അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യണമായിരുന്നു? ആ കമന്റോ ആ ഒരു മെസ്സേജോ കൂടെ ഞാൻ തുടക്കത്തിൽ കാണിച്ച പോലെ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട്സ് ആയത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി കാണിച്ചിരുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യണമായിരുന്നു? ആ വീഡിയോയ്ക്കകത്ത് പ്രദർശിപ്പിക്കണമായിരുന്നു. അപ്പം ഞാൻ ആരാവും? ഇളമ്പിയായേനെ. അയ്യോ, നമ്മളെ വീഡിയോയിൽ നമുക്കൊരു പിഴവ് പറ്റി, അവരുടെ ആളുകൾ ഇൻബോക്സ് ചോദിച്ചിരുന്നു, കമന്റ് ബോക്സ് ചോദിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ തന്നെ മനസ്സിലാക്കുമ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാമായിരുന്നു, അല്ലെങ്കിൽ നമ്മളത് പറയായിരുന്നു. ഇതല്ലാണ്ട് വെറുതെ എൻ്റെ ഫോട്ടോ മാത്രം വെച്ചിട്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്താൽ അതങ്ങോട്ട് ഓക്കെ ആവില്ലല്ലോ. എന്താണെങ്കിലും ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടേക്കാം. ചേച്ചി, എനിക്ക് ഈ വീഡിയോ ഇട്ട് ഫേമസ് ആവണമെങ്കിൽ എനിക്ക് ആദ്യം ഫേമസ് ആവായിരുന്നു. ഓക്കെ,
ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് എന്തായാലും ഉറപ്പുണ്ട്. അതുകൊണ്ട് പറയാം, എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. അതിന് ചേച്ചി മോളുടെ കാര്യത്തിൽ ഇടപെടാൻ വന്നിട്ടില്ലല്ലോ. മോളുടെ വീട്ടു കാര്യത്തിലോ അല്ലെങ്കിൽ മോളുമായിട്ട് ബന്ധപ്പെട്ട പഠന കാര്യങ്ങൾ അങ്ങനെ ഒരു സാധനത്തിലും നമ്മൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. കുട്ടി പറഞ്ഞ കാര്യത്തിൽ എന്താ പറഞ്ഞിരുന്നത്? കുട്ടി പറഞ്ഞത് എന്താണ്? എൻ്റെ വീഡിയോന്റെ താഴെ കുറച്ച് പേര് വന്നിട്ട് രേണുസുധിയുമായിട്ട് അടിച്ചു പിരിഞ്ഞു അങ്ങനെ എങ്ങനെയെന്ന് കമന്റ് ഇടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ആ കമന്റ് ഒന്ന് പരിശോധിച്ചു പോയി. അവിടെ അങ്ങനത്തെ ഒരു കമന്റ് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രം. അല്ലാണ്ട് ഞാനതിൽ കുട്ടീനെ മോശം പറഞ്ഞില്ലല്ലോ. ഞാൻ വീഡിയോ ചെയ്യും, എന്നെ എന്തും ചെയ്യും, അത് നിങ്ങളോട് പറയേണ്ടത് എനിക്ക് ആവശ്യമില്ല. പിന്നെ രേണുസുധിയുടെ കൂടെ നടന്ന് എനിക്കാദ്യമേ വൈറലാവായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യാത്തത് എനിക്ക് അതിന്റെ ആവശ്യമില്ല. വൈറലായിട്ടുണ്ടല്ലോ, ഇല്ലാന്ന് ആരാ പറഞ്ഞത്? രേണുസുധിയുടെ കൂടെ നടന്നത് കൊണ്ട് തന്നെ വൈറലായിട്ടുണ്ടല്ലോ. ഒത്തിരി വീഡിയോസും കാര്യങ്ങളും ഇന്റർവ്യൂസും ഇനാഗുറേഷന് കൂടെ പോകുന്നതും ഒപ്പം തന്നെ നിങ്ങൾ ഡ്രസ്സ് ഷെയർ ചെയ്തിടുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് റീച്ചും കാര്യങ്ങളും വൈറലാവാനും രേണുസുധി എന്ന് പറയുന്ന ആ ഒരാള് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് തള്ളിപ്പറയാനും പറ്റില്ല, നിങ്ങൾക്ക് പറയാനും പറ്റില്ല. കാരണം നിങ്ങളെ രേണുവിന്റെ കൂടെ കാണുന്നത് വരെ ഭൂരിഭാഗം ആളുകളും കണ്ടു കാണത്തില്ല. പക്ഷെ രേണുവിന്റെ കൂടെ വന്നതിന് ശേഷം ഒട്ടുമിക്ക രംഗങ്ങളിലും വീഡിയോസിലും ഷോർട്സിലും ഒക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി പറ്റി. നിങ്ങൾ ഡ്രസ്സ് ഷെയർ ചെയ്തിരുന്നത് കാണാൻ വേണ്ടി പറ്റി. രേണുവിന്റെ ചില കാര്യങ്ങൾ നിങ്ങൾ അഭിപ്രായം പറയുന്നത് കാണാൻ വേണ്ടി പറ്റി. അങ്ങനെ രേണുവിന്റെ ലേബലിൽ നിങ്ങളും വൈറലാണ്. ഓക്കെ, ഞാൻ 2-3 ദിവസമായിട്ടേ ഉള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അതും ഇതുമായിട്ട് എന്ത് ബന്ധം? നിങ്ങളുടെ യൂട്യൂബ് ചാനലും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോയുമായിട്ട് എന്താണ് ബന്ധം? ചക്ക എന്ന് പറയുമ്പോൾ ചൊക്ക് എന്ന് പറയാം, അങ്ങനെ എന്തോ ഒരു സാധനം പറയില്ല. ആ ഒരു പരിപാടി കാണിക്കുന്ന എന്തിനാ? നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചല്ലേ പറയണ്ടേ? ഓ, യൂട്യൂബ് ചാനലിന്റെ പ്രമോഷൻ ആയിരിക്കും അല്ലേ? 2 ദിവസമായിട്ടുള്ള യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തപ്പി വരാനും ആളുകൾ ഉണ്ടാകുമല്ലോ. അപ്പൊ നൈസിനൊരു പ്രമോഷനും കൂടി ആയി അല്ലേ? കള്ളിപ്പെണ്ണേ. അല്ലാണ്ട് ചേച്ചിനെ കണ്ടിട്ടല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എന്നെ കണ്ടിട്ടല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നൊക്കെ പറയാൻ കുട്ടി എന്തൊക്കെയാ പരസ്പര ബന്ധം ഇല്ലാണ്ട് പറയണത്? കുട്ടിക്ക് യൂട്യൂബ് ചാനലുള്ള കാര്യം പോലും കുട്ടി പറയുമ്പോൾ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നെ പോലെ അപ്പം അറിയുന്ന കുറച്ച് പേരും ഉണ്ടാവും. പ്രമോഷൻ ആണെങ്കിൽ അത് ആ രീതിയിൽ അങ്ങോട്ട് പറയുക. കുട്ടി ഞാൻ പറഞ്ഞതിനുള്ളൊരു റിയാക്ഷൻ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വിത്ത് പ്രൂഫല്ലേ ചെയ്യേണ്ടത്? വന്ന മെസ്സേജസ്, ഇൻബോക്സിൽ വന്ന മെസ്സേജസ്, കമന്റ് ബോക്സിൽ വന്ന കമന്റ്സും കാര്യങ്ങളും കുട്ടി അതിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ കണ്ടത് നിങ്ങളെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആണ്, എനിക്കിങ്ങനെ കമന്റ് വന്നിട്ടുണ്ട്, എനിക്കിങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തല്ലേ വേണ്ടത്. അല്ലെങ്കിൽ ഈ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം കൂടെ ഉൾപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്ത ബോധം കൂടെ കാണിക്കേണ്ട കുട്ടി. അതുപോലും കാണിക്കാതെ വെറുതെ ഫോട്ടോ മാത്രം വെച്ചിട്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ നിങ്ങളെ അപ്പോൾ ആളുകൾ അത് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും രീതിയിലല്ലേ ചിന്തിച്ചെടുക്കുക. ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് അവരറിയണമെങ്കിൽ ഞാൻ എന്താ പറയുന്നത് നിങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തണ്ടേ? ചിന്തിക്കി അനിയത്തി, ചിന്തിക്കി. ചേച്ചിന്ന് വിളിച്ചാലേ അനിയത്തി ചിന്തിക്കി. ശരിയല്ലേ പറയുന്നത്? ഞാൻ എന്താ പറയുന്നതെന്ന് കുട്ടി ആ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്താതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് എന്തെങ്കിലും ഒരു പിടുത്തം ഉണ്ടാവുമോ ഞാൻ എന്താ പറഞ്ഞത് എന്നുള്ളത്? ഇപ്പൊ ഞാൻ പറഞ്ഞ ഭാഗത്താണ് പിഴവ് എന്നുണ്ടെങ്കിൽ കുട്ടി എന്ത് ചെയ്യണം? ആ തെളിവ് സഹിതം ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യുക. അപ്പൊ ഞാൻ സോറി പറയും. ഓക്കെ, കമന്റ് ബോക്സിൽ അത്രയും കമന്റ് കാണാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇടയായത്. സോറി ഞാൻ പറയും. എനിക്കതിനുള്ള മനസ്സൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് എന്ത് പറയണം എന്ന് ചോദിച്ചാൽ അത് നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഭവം കുറ്റം കുറവും മാത്രം പറയാനുള്ളതല്ലല്ലോ, നമുക്ക് അഭിപ്രായം പറയാനുള്ളതല്ലേ. ഓക്കെ, ഇത് കാണുകയാണെങ്കിൽ കാണും. എന്തായാലും നിങ്ങൾ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, എന്റെ വീഡിയോ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക്. അതാ ഇപ്പൊ നല്ല കഥയായത്. ഞാനും പറഞ്ഞത് ഒരു അഭിപ്രായമാണ്. ഞാൻ കുട്ടീനെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. കുട്ടി പറഞ്ഞ കാര്യത്തിന് ഞാൻ നോക്കി, ഞാനത് കണ്ടില്ല. ഞാൻ കാണാത്തതുകൊണ്ട് ഞാനത് കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം കുട്ടി അതുള്ള കാര്യമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും വീണ്ടും പറയാൻ വയ്യ. ഉള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യലേ. ഇതല്ലാണ്ട് തലയും വാലും ഇല്ലാണ്ട് ഒരു വീഡിയോ ഫോട്ടോയും വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും? ഞാൻ എന്താ പറഞ്ഞതെന്ന് ഇപ്പം എനിക്കും തനിക്ക് മാത്രമേ അറിയുള്ളൂ. യൂട്യൂബിൽ വീഡിയോ കണ്ട കുറച്ച് പേർക്കും. അതല്ലാതെ കുട്ടി പറയുന്നതിനെ പറ്റിയിട്ട് ഈ കമന്റ് ഇട്ട ആളുകൾക്കോ കുട്ടീൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ കണ്ട ആൾക്കാർക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? അപ്പം എന്തോ എന്നെക്കുറിച്ച് വലുത് പറഞ്ഞു എന്ന ആളുകളിലേക്ക് തെറ്റായ സ്പർദ്ധ വരുത്തിയിട്ട് റീച്ചും കാര്യങ്ങളും ഉണ്ടാകാൻ ശ്രമിക്കുന്നത് താൻ തന്നെയല്ലേ? ആലോചിക്കുക, അനീതി ശരിയായ രീതിയിൽ ചിന്തിക്കുക. ആ ലാസ്റ്റ് പറഞ്ഞ സാധനം കറക്റ്റ് തന്നെയാണ്. എപ്പോഴും വിമർശിക്കാനുള്ള കാര്യമൊന്നുമല്ല. സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് നമ്മൾ, വിമർശിക്കേണ്ട ആൾക്കാരെ വിമർശിക്കാറുണ്ട് നമ്മൾ, അഭിപ്രായം പറയേണ്ട കാര്യങ്ങൾ അഭിപ്രായം പറയാറുണ്ട്. അതന്നെയല്ലേ നമ്മളും ചെയ്യുന്നത്. അപ്പം അധികം വിഷയങ്ങളൊന്നുമില്ല. ഈ വീഡിയോ കണ്ട ആൾക്കാർ മനസ്സിലാക്കുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. എന്തുകൊണ്ടും ആ സജീന എന്ന് പറയുന്ന സ്ത്രീനേക്കാളും ഭേദമായ രീതിയിൽ തന്നെയാണ് സംസാരവും അവതരണവും കാര്യങ്ങളൊക്കെ ആ കുട്ടീൻ്റെത്. ചേച്ചി എന്നൊക്കെ വിളിച്ചതാണ്, കളിയാക്കിയതാണ് എന്ന് പലർക്കും തോന്നിയേക്കാം. എന്നാലും
ആ വിളി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അനിയത്തി ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും കൂടെ ഒന്നൊരു മനസ്സിലാക്കുക കേട്ടോ. മറ്റൊരു ഇടണം വരെ ബൈ ബൈ.